ആന്റി പോന്നെ ശരി. അമ്മ അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ അച്ഛൻ പോകാൻ വഴക്കുണ്ടാക്കിട്ട് പോയതേ ഉള്ളൂ. എന്താ അമ്മ? എടാ പൊന്നു മോനെ, നിന്നെ കാരണം എനിക്കിവിടെ കിടക്ക് പോകത്തില്ലടാ. നിന്റെ അച്ഛൻ ഇവിടെ വന്നോന്ന് കാണിക്കുന്ന അട്ടഹാസം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് കാരണം എന്ന് വെച്ചാൽ നിന്നെ കരുതിയാണ്. നിന്നെ അങ്ങനെ പഠിക്കാനായിരിക്കാൻ പോയപ്പോൾ പഠിക്കാൻ വിട്ടില്ല. ഞാൻ നിനത്തോട് നീ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടെന്ന് പറ. അയാൾക്ക് നിന്നെ ഒരു IAS കാരനാക്കണമെന്നാണ്. നിനക്ക് എത്ര മാർക്ക് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് അവർക്ക് അറിയേണ്ട കാര്യമില്ല. അതെനിക്കല്ലേ അറിയാമോ എൻ്റെ മോൻ IAS പോകണമെങ്കിൽ എങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനെക്കറിയാം 0 മാർക്കായാലും നിന്നെ IAS കാരനാക്കുമെന്ന്. ഞാനിപ്പോ ഒരു നല്ലൊരു ജോലിക്ക് പോവുകയില്ല. ഇതെന്താ അച്ഛന്? അതാ അച്ഛൻ IAS കാരനാക്കി തന്നെ എടുക്കണം നിന്നെ. എനിക്ക് ശരി, അച്ഛൻ പറയും പോലെ ഞാൻ അനുസരിക്കാം. നീ ചെയ്യുന്ന ജോലി നല്ലൊരു ജോലിയാണ്. എനിക്കും അറിയാം. ആയിരക്കണക്കിന് പിള്ളേർക്ക് നീ മേക്കപ്പ് ഇടുന്നുണ്ട്. ആ പിള്ളേർ നിന്റെ കാലിൽ തൊട്ടിരുന്ന് തൊടുന്നുണ്ട്. പെറ്റ തലേന്ന് എൻ്റെ കാലിൽ ആരും തൊട്ട് തൊടുന്നില്ല. പക്ഷെ ഇന്ന് വരുന്ന പിള്ളേർ കൊണ്ട് നിന്റെ കാലിൽ തൊട്ട് തൊടണം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആരുടെ പറയാൻ അങ്ങനെ തലയ്ക്ക് പിടിച്ചു പോയി നിന്നെ IAS കാരനാക്കണോ. പക്ഷെ നിന്റെ സർട്ടിഫിക്കറ്റിൽ 0 മാർക്ക് ഞാൻ എങ്ങനെ പറയും? നിന്റെ സർട്ടിഫിക്കറ്റിലുള്ള 0 മാർക്ക് വെച്ച് നിന്നെ IAS കാരൻ ഞാൻ എങ്ങനെയാണ്? ഇനി എന്താണ് അമ്മയുടെ ആഗ്രഹം? എന്താണ് അച്ഛൻ്റെ ആഗ്രഹം? അച്ഛൻ്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണം. അച്ഛൻ പറയുന്നത് നിനക്ക് 0 ആയാലും 1 മാർക്കായാലും നിന്നെ IAS കാരനാക്കിയിരിക്കും. ശരി, അച്ഛൻ പറയും പോലെ അച്ഛൻ്റെ കൂടെ ഞാൻ ഇനി 5 വർഷം നിന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛൻ പറയും പോലെ കേട്ട് ഞാൻ പഠിക്കാം. അപ്പൊ നിന്റെ ജോലി നീ കളയണ്ട. അച്ഛൻ്റെ ആഗ്രഹത്തിന് കുറച്ച് സമയം കൊടുക്കുക. നിന്റെ കുറച്ച് സമയം എടുത്ത് നീ നിന്റെ ജോലി നോക്കുക. നിനക്ക് അതുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യാലോ. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം നീ സാധിച്ചു തരുമല്ലോ. എൻ്റെ പൊന്നു നന്നായി